മലബാറിലെ പ്രത്യേകിച്ചും കേരളത്തിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഒരു കാലത്ത് ആരാധിച്ചു പോർന്ന ഒരു ദേവനാണ് വേട്ടയ്ക്കൊരു മകൻ. വേട്ടയ്ക്കരെന്ന് പറയും, പരദേവത എന്ന് പറയും, പല പേരിലും ഇദ്ദേഹം അറിയപ്പെടുന്ന ആളാണ്. നമ്മുടെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ, നമ്പൂതിരിമാർ മുതൽ താഴോട്ടുള്ള എല്ലാ സമ്പ്രദായത്തിലും ആരാധിക്കുന്നൊരു ദേവനും കൂടിയാണ്. എല്ലാ സമുദായക്കാർക്കും ഒരുപോലെ, ഇപ്പം തെയ്യത്തിലും തിറയിലും എല്ലാ കലാരൂപങ്ങളിലും ഈ വേട്ടയ്ക്കരനെ ആരാധിക്കുന്നുണ്ട്. വേട്ടയ്ക്കൊരു മകൻ എന്നാണ് പറയുക. വേട്ടയ്ക്ക് പോയപ്പോൾ ഉണ്ടായ മകനാണ്. അർജുനന് പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്ത് ആ തപസ്സിനു ശേഷം ശിവപാർവതിമാർ കാട്ടാളന്മാരായിട്ടാണ് വരുന്നത്. കിരാത ശിവനും കിരാത പാർവതിയുമായിട്ട് വന്ന് പാശുപതാസ്ത്രം കൊടുത്തതിന് ശേഷം ഗർഭം ധരിച്ച് ഉണ്ടായ ഒരു മകൻ എന്നൊരു സങ്കല്പം ഇതിൽ പറയുന്നുണ്ട്. കിരാത ശിവനായിരിക്കുന്ന പാർവതീ ദേവിക്കും കൂടി ഉണ്ടായ മകനാണ് വേട്ടയ്ക്കൊരു മകൻ. വേട്ടയ്ക്ക് പോയപ്പോൾ അതിന് ശേഷം ഉണ്ടായ മകൻ എന്ന നിലയ്ക്കാണ് വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്നത്. ഈ ദേവൻ കാര്യസാധ്യമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ എന്താണോ വിചാരിച്ചത് ചില കാര്യം നേരെയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ദേവനെ പ്രാർത്ഥിച്ച് ആ വഴിപാട് ചെയ്യുകയാണ്. ആ വഴിപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് കളമെഴുത്തുപാട്ട്. വേട്ടയ്ക്കൊരു മകന് കളം വരച്ച് അവിടെ പൂജകളും അതിൻ്റെ ചടങ്ങുകളും ചെയ്ത് അത് സമാപിപ്പിക്കുന്ന ആ ചടങ്ങോടുകൂടിയുള്ളതാണ് പ്രാർത്ഥന. അങ്ങനെയാണ് വേട്ടയ്ക്കൊരു മകൻ പാട്ട്.